ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? ഇതിൻ്റെ കന്നി വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ വൈൻഡ് അപ്പ് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോകുന്ന വേറെ ഒന്നുമല്ല, എന്നെ ഒന്ന് പൂച്ച മാന്തിയിരുന്നു. അതിൻ്റെ ഇഞ്ചക്ഷൻ വെക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് പോകുമ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കാം. ഞാനും എൻ്റെ അമ്മയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പൗഡറൊക്കെ ഇട്ടതിന് ശേഷമാണ് ഗൈസ് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചത്. ഞാൻ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പുറത്ത് ഇങ്ങനെ സാധാരണ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള കേസിലൊന്നും ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്നാൽ പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള 2-3 ടോപ്പും ബ്ലൗസ് പീസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഫ്രണ്ടിനെയാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ ഞാൻ നിർബന്ധിച്ച് വീഡിയോൻ്റെ മുന്നിൽ കൊണ്ടുവന്നു കേട്ടോ. ഇതാ ഇവിടെയാണ് പൂച്ച മാന്തിയത്. കുറച്ച് നടന്നപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയത്. നമ്മുടെ നാട്ടിലെ ചേട്ടൻ തന്നെയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, കാരണം എനിക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇരിക്കൂർ ഹോസ്പിറ്റലാണേ. അമ്മക്ക് മുട്ടുവേദനയുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. സൂചി വെച്ചു ഗൈസ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി എൻ്റെ ചങ്ങായിക്ക് കൊടുത്തിട്ട് ഇതാ അവിടെ പോവാണ് കേട്ടോ, ടാറ്റയൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ നാട്ടിലെ പുഴയാണ് കേട്ടോ. ഞാനും അമ്മയും ഞാൻ നടന്ന് പോവാണ്. പകുതിക്കുന്നൊരു അമ്മമ്മേനൊക്കെ ഉണ്ട്. അമ്മമ്മ ആരാന്നൊന്നും അറിയില്ല. അമ്മേനോട് എന്തെല്ലോ പറയുന്നുണ്ടായിനി. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു വണ്ടിയും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ വെയിലത്ത് നമ്മൾ പാട്ടും പാടി ഇങ്ങനെ നടക്കലാണ് ഗൈസ്. അങ്ങനെ നടന്ന് ഞാൻ വീട്ടിലെത്തി കേട്ടോ. കണ്ട ഈ മുതലാണ് എന്നെ മാന്തിയത്. പക്ഷെ അതിൻ്റെ അഹങ്കാരമൊന്നും ഈ പാവത്തിനില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കുന്നവരെ ബൈ.